ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിലെ ടെസ്റ്റിംഗ് ഓഫ് സിംഗിൾ പോപ്പുലേഷൻ മീൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ്. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് കോളേജ് സ്റ്റുഡൻസ് ഈസ് 50 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ പറയുകയാണെന്ന് വിചാരിച്ചു. അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ മ്യൂ ഇസ് ഈക്വൽ ടു 50 എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ദാറ്റ്സ് എ ഹൈപ്പോത്തിസിസ്. സോ വാട്ട് വി ആർ ടെസ്റ്റിംഗ് ഈസ് വെദർ ദ ആവറേജ് ഹൈറ്റ് ഓഫ് കോളേജ് സ്റ്റുഡൻസ് ഈസ് 50. എഗെയിൻസ്റ്റ് നമ്മൾ മ്യൂ ഈസ് ഈക്വൽ ടു 50 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒന്നുകിൽ നമുക്ക് മ്യൂ നോട്ട് ഈസ് ഈക്വൽ ടു 50 എന്ന് വരാം, മ്യൂ 50 അല്ല, അല്ലെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ 50, ഹൈറ്റ് 50ലും കൂടുതലാണ്, അല്ലെങ്കിൽ മ്യൂ ലെസ് ദാൻ 50, ഹൈറ്റ് 50ലും കുറവാണ്. ഇങ്ങനെ പല രീതിയിൽ നമുക്കതിനെ ഓൾട്ടർനേറ്റ് ആയിട്ട് അതിൻ്റെ ആ ഹൈപ്പോത്തിസിസിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറയാം, അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെയൊരു ടെസ്റ്റ്, അതായത് ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യുന്ന ആ ടെസ്റ്റ് ചെയ്യുന്ന മൊത്തം ഒബ്ജക്ട്സിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയാം. നമ്മൾ യൂഷ്വലി ഒരു സാമ്പിൾ എടുത്തിട്ടാണല്ലോ ടെസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ആ പോപ്പുലേഷൻ്റെ ആവറേജ് ഇത്രയാണ്, അത് അല്ല, അല്ലെങ്കിൽ അത് ഗ്രേറ്റർ ആണ്, ലെസ് ആണ്, ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഇനി ഇവിടെ തന്നെ നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് സിംഗിൾ പോപ്പുലേഷൻ, അതായത് നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ടാവും, ആ പോപ്പുലേഷനിലെ മീൻ അല്ലെങ്കിൽ ആവറേജിനെ കുറിച്ചായിരിക്കും നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പോപ്പുലേഷനിൽ നിന്നൊരു സാമ്പിൾ എടുത്ത് ആ സാമ്പിളിലെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ജനറലായിട്ട് എങ്ങനെ വരാം, അതായത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മളൊരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുവാണ്. H0 എന്ന് പറയും. H0 എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ്. അതാണ് നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ്. ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെ ആ ഹൈപ്പോത്തിസിസ് ആണ് H0. അതായത് നമുക്കിവിടെ മ്യൂ എന്നുള്ളത് ആവറേജ് ഹൈറ്റ് ഒരു മ്യൂ 0 എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ ആ നൾ ഹൈപ്പോത്തിസിസ് എപ്പോഴും ഈക്വൽ ടു ആയിട്ടാണ് എടുക്കുക. മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ 0, ആവറേജ് ഈസ് ഈക്വൽ ടു മ്യൂ 0, അല്ലെങ്കിൽ ദ ആവറേജ് ഹൈറ്റ് ഈസ് 50 എന്ന് പറയുന്ന പോലെ. ഇനി ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് കോംപ്ലിമെൻ്ററി ടു H0യ്ക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് ഏതൊക്കെ വരാം, അതിനെയാണ് നമ്മൾ HA അല്ലെങ്കിൽ H1 എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ പേരാണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്. അതായത് നമുക്കിവിടെ HA എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് മ്യൂ നോട്ട് ഈസ് ഈക്വൽ ടു മ്യൂ 0 ആവാം, അല്ലേ, ഹൈറ്റ് അത്രയല്ല, അല്ലെങ്കിൽ മ്യൂ ആവറേജ് വാല്യൂ അത്രയല്ല. അല്ലെങ്കിൽ നമുക്ക് HA എന്ന് പറയുന്നത് പിന്നെ എങ്ങനെ വരാം, മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ 0, അല്ലെങ്കിൽ HA എന്ത് വരാം, മ്യൂ ലെസ് ദാൻ മ്യൂ 0. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസിനെ 3 രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. ഒന്നുകിൽ മ്യൂ ഈക്വൽ ടു മ്യൂ 0 ഈസ് ഈക്വൽ ടു എടുക്കുന്ന എപ്പോഴും നൾ ഹൈപ്പോത്തിസിസ്. ബാക്കി ഈ 2 നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസിൽ ഇത് നോട്ട് ഈക്വൽ ടു എന്നുള്ള ടെസ്റ്റിനെയാണ് നമ്മൾ 2 tailed ടെസ്റ്റ് എന്ന് പറയാം. അതായത് നോട്ട് ഈക്വൽ ടു എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് 2 tailed ടെസ്റ്റ്, ആൻഡ് ദിസ് ഈസ് കോൾഡ് 1 tailed ടെസ്റ്റ്. ഈ 1 tailed ടെസ്റ്റിൽ സ്പെസിഫിക്കലി ഗ്രേറ്റർ ദാൻ വരുന്നതിനെ റൈറ്റ് tailed ടെസ്റ്റ് എന്നും ലെസ് ദാൻ വരുന്നതിനെ ലെഫ്റ്റ് tailed ടെസ്റ്റ് എന്നും സ്പെസിഫിക് ആയിട്ട് പറയും. അപ്പം ഇത്രയാണ് നമ്മുടെ സെറ്റിംഗ് ഓഫ് ദ ഹൈപ്പോത്തിസിസ് പാർട്ടിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് അറിയേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ടെസ്റ്റിങ്ങിൽ സാമ്പിൾ ലാർജ് സാമ്പിളാണോ എന്ന് നോക്കണം. ലാർജ് സാമ്പിളാണോ എന്നെങ്ങനെ നോക്കാം, n ഗ്രേറ്റർ ദാൻ, സാമ്പിളിൻ്റെ സൈസ് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ ദാറ്റ് സാമ്പിൾ ഈസ് നോൺ ആസ് എ ലാർജ് സാമ്പിൾ. അപ്പോൾ ലാർജ് സാമ്പിളാണോ, അതിനുശേഷം 2 tailed ആണോ 1 tailed ആണോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഒരു വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ലാർജ് സാമ്പിൾ ടെസ്റ്റിന് സാധാരണ നമ്മൾ ഇസഡ് ടെസ്റ്റ് എന്നാണ് പറയുക. ഇസഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെസ്റ്റിനെയാണ് ഇസഡ് ടെസ്റ്റ് എന്ന് പറയാം. ഇനി ഇസഡ് ടെസ്റ്റിൽ നമുക്കൊരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വേണം. അതൊരു പാരാമീറ്ററാണ്, അതായത് സാമ്പിളിൽ നിന്നുള്ളൊരു പാരാമീറ്ററാണ്. ആ പാരാമീറ്ററിൻ്റെ വാല്യൂ അനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഹൈപ്പോത്തിസിസ്, നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ കറക്റ്റാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കറസ്പോണ്ടിങ് ടു എ ലാർജ് സാമ്പിൾ ടെസ്റ്റ് ഫോർ എ സിംഗിൾ പോപ്പുലേഷൻ മീൻ ഈസ് ഗിവൺ ബൈ Z is equal to
എക്സ് ബാർ മൈനസ് μ0 ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു റിസൾട്ടാണ്. അതായത് സിംഗിൾ മീനിൻ്റെ ലാർജ് സാമ്പിൾ ടെസ്റ്റിലെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഗിവൺ ബൈ ഇസഡ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് μ0 ബൈ സിഗ്മ ബൈ റൂട്ട് എൻ. അതായത് നമുക്കിവിടെ എക്സ് ബാർ എന്താണ്? എക്സ് ബാർ നമ്മുടെ സാമ്പിളിൻ്റെ മീനാണ്. അതുപോലെ എൻ നമുക്കറിയാം സാമ്പിൾ സൈസാണ്. ആൻഡ് μ0 ഈസ് ദ പോപ്പുലേഷൻ മീൻ വിച്ച് വി ആർ ഗോയിങ് ടു ടെസ്റ്റ്. ആ പോപ്പുലേഷൻ മീനിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റിംഗ് നടത്തുന്നത്. ആൻഡ് സിഗ്മ ഈസ് ദ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേറൊരു ടേമും കൂടെ അറിയണം, എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇനി സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമുക്ക് അറിയാവുള്ളതെങ്കിൽ ഈ ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എക്സ് ബാർ മൈനസ് μ0 എസ് ബൈ റൂട്ട് എൻ എന്നായിട്ട് മാറും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. ആ വാല്യൂ അനുസരിച്ചാണ് നമ്മളിത് അക്സെപ്റ്റ് ചെയ്യണോ, എച്ച് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്തതായിട്ട് ഡിസൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ആൽഫ എന്നാണ്. ആൽഫ ഈസ് നോൺ ആസ് എ സിഗ്നിഫിക്കൻസ് ലെവൽ. സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് മേക്കിംഗ് എററാണ്. അതായത് നമുക്കിപ്പോൾ ഒരു സിഗ്നിഫിക്കൻസ് ലെവൽ 1% എന്ന് തന്നാൽ അതിൻ്റെ അർത്ഥം 100 ചോയ്സിൽ ഒരു 1 ചോയ്സ് നമ്മൾ മിസ്റ്റേക്ക് വരാൻ അല്ലെങ്കിൽ എറർ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് നമുക്ക് 1% എന്ന് ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി നമുക്ക് ഈ സിഗ്നിഫിക്കൻസ് ലെവൽ പ്രോബ്ലത്തിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ 5% ആണ് സാധാരണ എടുക്കാറ്. 5%ഉം 1%ഉം ആണ് നോർമലി നമുക്ക് സിഗ്നിഫിക്കൻസ് ലെവൽ തരിക. ഓക്കെ, ഈ സിഗ്നിഫിക്കൻസ് ലെവൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കും. അതിന് നമ്മൾ 1 tailed ടെസ്റ്റാണ് ഇസഡ് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യും. 2 tailed ടെസ്റ്റാണ് ഇസഡ് ആൽഫ ബൈ 2 എന്ന് ഡിനോട്ട് ചെയ്യും. ഈ ക്രിട്ടിക്കൽ വാല്യൂസ് ആക്ച്വലി നമുക്ക് 1%, 5% അല്ലെങ്കിൽ റയറായിട്ട് 10%, ഇതിനൊക്കെ ക്രിട്ടിക്കൽ വാല്യൂസ് വ്യത്യാസമുണ്ട്. ആൽഫയുടെ വാല്യൂ അനുസരിച്ച് 2 tailed ആണോ 1 tailed ആണോ എന്നനുസരിച്ച് ഈ ക്രിട്ടിക്കൽ വാല്യൂ ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്കത് ബൈ ഹാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ബൈ ഹാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആൽഫ തന്നിട്ടുണ്ട്, അത് 1% ആണ് തന്നിരിക്കുക. അതുപോലെ തന്നെ ആൽഫ 1%-ൽ നമുക്ക് ആൽഫ 1% തന്നിട്ടുണ്ട്. ആൽഫ 1%-ൽ നമ്മുടെ ടെസ്റ്റ് 2 tailed ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് കാണാതെ പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. ഇഫ് യു ക്യാൻ ബൈ ഹാർട്ട് ദ റിസൾട്ട്. ഈ ഫോർ 2 tailed ടെസ്റ്റ് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 2.58 ആണ്. ഇനി 5% ആണെങ്കിൽ 2 tailed ടെസ്റ്റിന് നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ 1.96 ആണ്. അതുപോലെ ഇനി ലെഫ്റ്റ് ടെയിൽഡ് ആണെങ്കിൽ അല്ലെങ്കിൽ 1 tailed ആണെങ്കിൽ 1%-ൻ്റെ ക്രിട്ടിക്കൽ വാല്യൂ ലെഫ്റ്റ് ആണെങ്കിൽ -2.33ഉം റൈറ്റ് ടെയിൽഡ് ആണെങ്കിൽ ഇത് 2.33ഉമാണ്. ഇനി 5% ആണെങ്കിൽ ലെഫ്റ്റ് ടെയിൽഡ് ആണെങ്കിൽ -1.645ഉം റൈറ്റ് ടെയിൽഡ് ആണെങ്കിൽ 1.645ആണ്. അപ്പോൾ ഇത്രയും വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി റെയറായിട്ട് നമുക്ക് 1 അല്ല 5ഉം അല്ലാതെ വേറൊരു വാല്യൂ ചോദിച്ചാൽ ഇതെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ വേണമെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവർ അത് നോക്കുക, അല്ലാത്തവർ ഈ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യാം. അപ്പോൾ ക്രിട്ടിക്കൽ വാല്യൂ കിട്ടിയതിന് ശേഷം ഇസഡ് ആൽഫയും ഇസഡും കിട്ടിയതിന് ശേഷം ഇവ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഈ വാല്യൂസ് എവിടെ ലൈ ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ 2 വാല്യൂസും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ്. ആ കമ്പാരിസൺ എങ്ങനെയാണ് വരുന്നതെന്ന് പ്രോബ്ലം വഴി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദിസ് ഈസ് വാട്ട് ദ ടെസ്റ്റിംഗ് ഓഫ് സിംഗിൾ പോപ്പുലേഷൻ മീൻ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ ടെസ്റ്റിങ്ങിലും നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലത്തിലേക്ക് പോകാം. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. An educator claimed that the average IQ of a large group of students is at most 110. To test the claim, the sample of 150 students were selected from the group and found the average IQ is 111.2 with 7.2 as standard deviation. At 1% level of significance, test the claim of the educator. അപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നൾ ഹൈപ്പോത്തിസിസും ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസും സെറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം, അതായത് H0. അതിനു മുമ്പ്
നമ്മൾ നോക്കേണ്ടത് ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് സിംഗിൾ മീൻ ഉണ്ട്, സിംഗിൾ പ്രൊപ്പോർഷൻ ഉണ്ട്, സിംഗിൾ വേരിയൻസ്. അപ്പം നമുക്കങ്ങനെ പല പാരാമീറ്ററുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം ആവറേജ് IQ അല്ലെ മീനിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുക. അപ്പോൾ മീൻ IQ 110 എന്നുള്ള ഒരു ബേസിലാണ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം ആവറേജ് ആണ് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഓഫ് സിംഗിൾ മീനാണ് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സിംഗിൾ മീനാണെന്ന് എങ്ങനെ മനസ്സിലായി? ടെസ്റ്റിംഗ് ഓഫ് ആവറേജ് അല്ലെ മീനാണെന്ന് മനസ്സിലായി. സിംഗിൾ ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഇവിടെ നമുക്കൊരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ഒരു പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ, സിംഗിൾ പോപ്പുലേഷനേ ഉള്ളൂ, അതുകൊണ്ടത് സിംഗിൾ മീനാണ്. അപ്പോൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ഓഫ് സിംഗിൾ മീനാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കിനി H0 ഫിക്സ് ചെയ്യാം. H0 നമ്മൾ എപ്പോഴും μ0 എന്താണ്? ഇവിടെ എന്താണ് ആവറേജ് IQനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ഇൻഡിക്കേറ്റർ ക്ലെയിം ദാറ്റ് ആവറേജ് IQ ഈസ് അറ്റ്മോസ്റ്റ് 110. അതായത് 110 ആണ് നമുക്ക് ആവറേജ് IQ തന്നിരിക്കുന്നത് ആ മൊത്തം ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന H0 എപ്പോഴും ഈക്വൽ ടു ആയിട്ട് എടുക്കുക, μ=μ0, അതായത് μ=110. ഇനി അതിൻ്റെ എഗെയിൻസ്റ്റ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമുക്കിവിടെ നോക്കാം, ഹി ക്ലെയിംഡ് ദാറ്റ് ദ ആവറേജ് ഈസ് അറ്റ്മോസ്റ്റ് 110. അതായത് ആവറേജ് IQ എന്ന് പറയുന്നത് മാക്സിമം 110 എന്നാണ് പുള്ളി ക്ലെയിം ചെയ്യുന്നത്, അല്ലേ? എഡ്യൂക്കേറ്റർ ക്ലെയിം ചെയ്യുന്നത് മാക്സിമം 110, അതായത് ലെസ് ദാൻ അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ്. അതായത് ആവറേജ് IQ ഈസ് ലെസ് ദാൻ μ0 എന്നാണ് ഇവിടെ ക്ലെയിം ചെയ്യുന്നത്. ഇനി നമ്മളോട് ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് ടെസ്റ്റ് ദ ക്ലെയിം ഓഫ് ദി എഡ്യൂക്കേറ്റർ. ഈ എഡ്യൂക്കേറ്ററിൻ്റെ ക്ലെയിം കറക്റ്റാണോ അക്സെപ്റ്റ് ചെയ്യണോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം HA എഴുതാൻ. അതായത് നമുക്ക് H0 ഈക്വൽ ടു ആയിട്ട് തന്നെ എഴുതുക. HA എഴുതുമ്പോൾ നമുക്ക് എന്താണോ ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചത്, അതായത് അറ്റ്മോസ്റ്റ് 110 ആണെന്ന് ചോദിച്ചിരിക്കുന്ന അർത്ഥം ഹിസ് ക്ലെയിം ഈസ് വെദർ μ ഈസ് ലെസ് ദാൻ 110 എന്നാണ് ക്ലെയിം. അപ്പോൾ നമ്മൾ HA എടുക്കേണ്ടത് μ ലെസ് ദാൻ 110. അപ്പോൾ HA എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് അത് നോട്ട് ഈക്വൽ ടു ആണെന്നാണോ, അത് ഗ്രേറ്റർ ആണോ, ലെസ് ആണോ, അറ്റ്മോസ്റ്റ് ആണോ, അറ്റ്ലീസ്റ്റ് ആണോ, അതനുസരിച്ച് നമുക്ക് പ്രോബ്ലത്തിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യണം HA. ഇനി HA കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ തന്നെ മനസ്സിലായി, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നോട്ട് ഈക്വൽ ടു വരുമ്പം 2 tailed, ലെസ് ദാൻ വരുമ്പം 1 tailed ആണ്. അതിന് നമ്മൾ സ്പെസിഫിക്കലി ലെഫ്റ്റ് tailed ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഇറ്റ് ഈസ് ലെഫ്റ്റ് ടെയിൽ ടെസ്റ്റ്. ഓക്കെ, സോ ആഫ്റ്റർ ഫിക്സിങ് H0 ആൻഡ് HA, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ സാമ്പിളിൻ്റെ ഡാറ്റാസാണ്. ഇവിടെ നോക്കുക, സാമ്പിൾ ഓഫ് 150. അപ്പോൾ ലാർജ് ആണോ സ്മോൾ ആണോ എന്ന് നമ്മൾ നോക്കണം. നമുക്ക് ലാർജ് സാമ്പിൾ ടെസ്റ്റും സ്മോൾ സാമ്പിൾ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ലാർജ് സാമ്പിളിനുള്ള ടെസ്റ്റുകളാണ് Z ടെസ്റ്റ്. അപ്പോൾ ലാർജ് സാമ്പിളിന് ഇവിടെ തന്നിട്ടുണ്ട്, കാരണം സാമ്പിൾ സൈസ് N=150 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 150 ആണ്. സോ വി ക്യാൻ identify that the sample is large sample, so we are using large sample test or Z test to test the particular hypothesis. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എഴുതാം. അതായത് ആവറേജ് സാമ്പിൾ എടുത്തു ആൻഡ് ദ ആവറേജ് IQ ഈസ് 111. സാമ്പിളിൻ്റെ ആവറേജ് സാമ്പിൾ മീൻ ഈസ് 111.2. പിന്നെ തന്നിരിക്കുക സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അതായത് S ആണ്. ഇറ്റ് ഈസ് ഗിവൺ ആസ് 7.2. സോ നമ്മൾ ആവശ്യമുള്ള ഡാറ്റയും എഴുതി. ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്, 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ ഈസ് ഈക്വൽ ടു 1%. ചിലപ്പോൾ ഇത് കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. 99% കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ അവിടെ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കണം. അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇനി ഒന്നും തന്നിട്ടില്ലെങ്കിൽ ആൽഫ 5% എടുക്കുക. അപ്പോൾ ആൽഫ എടുത്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെറ്റിംഗ് അപ്പ് ദ ഹൈപ്പോത്തിസിസ് ആൻഡ് ഐഡൻറ്റിഫൈങ് വെദർ ദ ടെസ്റ്റ് ഈസ് ലാർജ് ഓർ സ്മോൾ. നൗ ഇനി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പലതിനും പലതാണ്, ഓരോ ടെസ്റ്റിനും വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് സിംഗിൾ മീനിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നിങ്ങൾ കാണാതെ പഠിക്കുക. X ബാർ മൈനസ് μ0 ഡിവൈഡഡ് ബൈ, ഇവിടെ സിഗ്മ അല്ല S/√10. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. X ബാർ ഈസ് 111.2 മൈനസ് μ0 ഈസ് 110 divided by S is 7.2 divided by √10 is √150. So let us calculate this and we get the value 2.0412. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ കിട്ടുന്നത് 2.0412
12 എന്നാണ്. ഓക്കെ, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ കിട്ടിയതിന് ശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽഫ നോക്കുക. ആൽഫ ഈസ് ഈക്വൽ ടു 1% അല്ലെങ്കിൽ 0.01. ഇനി ടെസ്റ്റ് എന്ത് ടെസ്റ്റാണെന്ന് നോക്കുക. ലെഫ്റ്റ് ടൈൽഡ്, 1 ടൈൽഡ് ആണ് ഇവിടെ. ടെസ്റ്റ് ഈസ് ലെഫ്റ്റ് ടൈൽഡ് ആണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്കൊരു നോർമൽ കർവ്. ശരിക്കും നമുക്ക് ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റിന് ആൽഫ 1% ആണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആൽഫ 1%ഉം ലെഫ്റ്റ് ടൈൽഡും ആണെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂ ഇസഡ് ആൽഫ ഇപ്പോൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. ഇറ്റ് ഈസ് മൈനസ്, ലെഫ്റ്റ് ആയതുകൊണ്ട് മൈനസ് വരും, -2.33 ആണ് കേട്ടോ. 1% ആൽഫയും ലെഫ്റ്റ് ടൈൽഡും ആയിട്ട് -2.33 ആണ്. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ആൽഫ 1%ഉം 5% മാത്രമേ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ബാക്കി ഏത് വാല്യൂ വന്നാൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഞാനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് ഈ വാല്യൂ കിട്ടിയതെന്ന്. അതായത് നമുക്കിപ്പോൾ ആൽഫ 1% ആണല്ലോ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരയ്ക്കുക. സ്റ്റാൻഡേർഡ് നോർമൽ കർവിൽ സെൻറ്റർ 0, ലെഫ്റ്റ് ടൈൽഡിൽ 1% ആണ്. അതായത് ആൽഫ 1%, 1% ഏരിയ ഇയേഴ്സ് ഓൺ ദ ലെഫ്റ്റ് ടൈൽ. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻ. ഓക്കെ, ലെഫ്റ്റ് ടൈലിലാണ് നമ്മുടെ 1% ഏരിയയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 1% അല്ലെങ്കിൽ 0.01 ഏരിയ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ലെഫ്റ്റ് ടൈൽ. ഓക്കെ, അപ്പോൾ ഈ ലെഫ്റ്റ് ടൈലിൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ റിജക്ഷൻ റീജിയൻ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ദ റിജക്ഷൻ റീജിയൻ. ഇനി ബാക്കിയുള്ള ഈ കർവിലെ ബാക്കിയുള്ള ഭാഗത്തെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് റീജിയൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഈ രണ്ട് റീജിയനും തമ്മിൽ വേർതിരിക്കുന്ന ഈ ലൈൻ അല്ലെങ്കിൽ ഈ പോയിൻ്റ്, ഇതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ ഇസഡ് ആൽഫ ബൈ 2 അല്ലെങ്കിൽ ഇസഡ് ആൽഫ എന്നനുസരിച്ച് ആൽഫയുടെ വാല്യൂ അല്ലെങ്കിൽ ടൈൽഡ് അനുസരിച്ച് നമ്മൾ അതിനെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ക്രിട്ടിക്കൽ വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മൾ ആക്സെപ്റ്റൻസ് റീജിയനിലാണോ റിജക്ഷൻ റീജിയനിലാണോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ലൈ ചെയ്യുന്നതെന്നനുസരിച്ചാണ് ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇസഡ് ആൽഫ എങ്ങനെ കിട്ടി എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, പ്രോബബിലിറ്റി ദാറ്റ് ഫ്രം ദ ടേബിൾ നമുക്ക് മനസ്സിലാക്കാം. പ്രോബബിലിറ്റി ദാറ്റ് ഇസഡ് ലെസ് ദാൻ ഇസഡ് ആൽഫ, ഇത് നമുക്ക് ഈ പോയിൻറ്റിനെ എ എന്ന് കൊടുക്കാം. ഇസഡ് ലെസ് ദാൻ എ എന്ന് പറഞ്ഞാൽ 1% ആണ്. ലെഫ്റ്റ് ടൈൽഡ് ആയതുകൊണ്ടാണ് ലെഫ്റ്റിൽ 1%. ഇനി 2 ടൈൽഡ് ആണെങ്കിൽ ഈ 1%നെ അതിൻ്റെ ഒപ്പം തന്നെ പറയുകയാണ്, 2 ടൈൽഡ് ആണെങ്കിൽ 1%നെ പകുതിയായിട്ട് 0.5% ആയിട്ട് രണ്ട് സൈഡിലുമായിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. ഇവിടെ ലെഫ്റ്റ് ടൈൽഡ് ആയതുകൊണ്ട് 0.01 ഏരിയയും നമുക്ക് ലെഫ്റ്റിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് ഇസഡ് ലെസ് ദാൻ എയുടെ താഴെ 0.01. അപ്പോൾ നമുക്ക് ഇതിനെ നോർമൽ ടേബിൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്കിതിനെ 0 to എന്നുള്ള രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിലുള്ള മൊത്തം പ്രോബബിലിറ്റി അത് നമുക്കറിയാം 0.5 ആണ്, മൈനസ്, അതായത് ഈ മുഴുവൻ പ്രോബബിലിറ്റി ഈ ഏരിയ മാത്രം കിട്ടാൻ, ഈ യെല്ലോ ഷെയ്ഡ് ചെയ്ത് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തം പ്രോബബിലിറ്റിയിൽ നിന്നും 0 തുടങ്ങി എ വരെയുള്ള പ്രോബബിലിറ്റി മൈനസ് ചെയ്യുവാണല്ലോ വേണ്ടത്, 0.01. അതായത് ഇവിടെ നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ല ക്രിട്ടിക്കൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 0.5 മൈനസ് 0.01 ദിസ് ഈസ് ഈക്വൽ ടു 0.49. അപ്പോൾ ഈ ഏരിയ 0.49 പ്രോബബിലിറ്റി വരുന്ന എ നമ്മൾ നോർമൽ ടേബിളിൽ നിന്നും കണ്ടുപിടിക്കണം. ഓക്കെ, സോ യു ഹാവ് ഗിവൺ ദ നോർമൽ ടേബിൾ ഹിയർ. അപ്പോൾ നമുക്കിവിടെ നോക്കാം 0.49. ഇനി പ്രോബബിലിറ്റി ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് എവിടെയാണ്? 0.4901 ഇവിടെ വരുന്നു. ഏറ്റവും അടുത്ത വാല്യൂ 0.49 ഏറ്റവും അടുത്ത വാല്യൂ അത് വരുന്നത് 2.3. മുകളിലേക്ക് നോക്കുവാണെങ്കിൽ 3.03, അതായത് 2.33. അപ്പോൾ ഞാൻ പറഞ്ഞ അതേ വാല്യൂ തന്നെയാണ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എ ഈസ് ഈക്വൽ ടു 2.33 എന്നാണ് കിട്ടുക. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ലെഫ്റ്റ് ടൈൽഡ് ആയതുകൊണ്ട് എ ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ ഇസഡ് ആൽഫ ഈസ് ഈക്വൽ ടു -2.33. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ നമുക്ക് ഏത് ആൽഫയാണോ തന്നിരിക്കുക അതനുസരിച്ച് ഈ ആൽഫയുടെ വാല്യൂ രണ്ട് സൈഡിലുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 2 ടൈൽഡ് ആണെങ്കിൽ 1 ടൈൽഡ് ആണെങ്കിൽ ഒരു സൈഡിലേക്ക്, ലെഫ്റ്റിലാണ് ലെഫ്റ്റ്, റൈറ്റിലാണ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഈ പർട്ടിക്കുലർ വാല്യൂ നമുക്ക് അല്ലാതെയും കണ്ടുപിടിക്കാം, ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വീണ്ടും തിരിച്ചു വരാം. നമുക്ക് ഈ സ്റ്റെപ്പിൽ ഇസഡ് ആൽഫ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്, -2.33. ഇനി ഫോർത്ത് സ്റ്റെപ്പിലാണ് നമ്മുടെ ഡിസിഷൻ എടുക്കുക. അതായത് നമുക്ക് ഇസഡിൻ്റെ വാല്യൂ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വാല്യൂ 2.0412 എന്ന് കിട്ടി.
ഇസഡ് ആൽഫ അല്ലെ ക്രിട്ടിക്കൽ വാല്യൂ -2.33 എന്നും കിട്ടി. അപ്പോൾ ഈ രണ്ട് വാല്യൂവിനെയും കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് നമ്മൾ ടേബിളിൽ ഒന്നും കൂടെ നോക്കുക. നമ്മുടെ ടേബിൾ നമുക്കറിയാം, ഈ ടേബിളിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ -2.33 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് നമ്മുടെ റിജക്ഷൻ റീജിയൻ. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദിസ് റീജിയൻ ഈസ് കോൾഡ് റിജക്ഷൻ റീജിയൻ ആൻഡ് ദിസ് റീജിയൻ ഈസ് കോൾഡ് ആക്സെപ്റ്റൻസ് റീജിയൻ. ഇനി നമ്മുടെ ഈ 2.0412 എന്ന് പറയുന്ന വാല്യൂ ഉറപ്പായിട്ടും -2.833യുടെ റൈറ്റിലോട്ടായിരിക്കും കിടക്കുക അല്ലേ, അതായത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അതായത് 2.0412 ലൈസ് ഇൻ ദ acceptance region. That means comparing the test statistic and critical value, we can see that the value of the test statistic lie in acceptance region. അപ്പോൾ നമ്മൾ ആ വാല്യൂ അക്സെപ്റ്റൻസ് റീജിയനിലാണ് കിടക്കുന്നതെങ്കിൽ വി വിൽ ആക്സെപ്റ്റ് H0. അതാണ് നമ്മുടെ കൺക്ലൂഷൻ ഓർ ഡിസിഷൻ. ഓക്കെ, H0 ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. അത് ശ്രദ്ധിക്കുക. നൾ ഹൈപ്പോത്തിസിസ് ആണ് ആക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. സിൻസ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ലൈസ് ഇൻ ആക്സെപ്റ്റൻസ് റീജിയൻ വി ആക്സെപ്റ്റ് H0. നമ്മൾ ആക്സെപ്റ്റ് H0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റിജക്റ്റ് H1 ആണ്. നമുക്ക് പ്രോബ്ലത്തിൽ ഒരു കൺക്ലൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്സെപ്റ്റ് H0 മീൻസ് HA ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യുന്നു. എന്തായിരുന്നു ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്? μ<110. അതായത് ആവറേജ് IQ <110 എന്നുള്ള ക്ലെയിം ആയിരുന്നു നമ്മുടെ HA. അതായത് റിജക്റ്റ് HA മീൻസ് ഹിസ് μ<110 ഈസ് incorrect, അല്ലേ, is not correct, or we reject this claim. So we reject his claim. Reject his claim is that means the educators claim that the average IQ is at most 110 is wrong or incorrect, or it is not valid or not valid. So this is how we take the decision by checking where this test statistic value lies, whether in the acceptance region or rejection region. Acceptance regions ആണെങ്കിൽ H0നെ accept ചെയ്യും, റിജക്ഷൻ റീജിയനിലാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൽ H0നെ റിജക്റ്റ് ചെയ്യും. H0നെ ആക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ അനുസരിച്ച് HAനെ നമ്മൾ റിജക്റ്റ് ചെയ്യുകയോ ആക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ HA ഇവിടെ നമ്മൾ HA റിജക്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ HA എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട് μ<100 ആണ്. അതിനെ റിജക്റ്റ് ചെയ്യും. അതായത് അദ്ദേഹത്തിൻ്റെ ക്ലെയിം ആയിരുന്നു, എഡ്യൂക്കേറ്ററിൻ്റെ ക്ലെയിം ആയിരുന്നു അറ്റ്മോസ്റ്റ് 110. ആ ക്ലെയിമിനെ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിൽ ഹിസ് ക്ലെയിം വാസ് ഇൻകറക്റ്റ് എന്നാണ് നമ്മുടെ കൺക്ലൂഷൻ. നോട്ട് വാലിഡ് എന്നുള്ളതാണ് കൺക്ലൂഷൻ. ഇനി ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സിംഗിൾ മീനാണ്. ഇതുപോലെ തന്നെ നമുക്കിനി സിംഗിൾ പ്രൊപ്പോർഷൻ വരും. അതായത് ഒരു പോപ്പുലേഷൻ തന്നിട്ട് അതിൻ്റെ പ്രൊപ്പോർഷൻ, അതിനകത്തെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പ്രോബബിലിറ്റി അല്ല പ്രൊപ്പോർഷൻ തന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ ചോദിക്കും. പിന്നെ നമുക്ക് വരുന്നത് ഡബിൾ മീനാണ്. അതായത് രണ്ട് പോപ്പുലേഷൻ തന്നിട്ട് അത് ആവറേജ് ഹൈറ്റ് അല്ലെങ്കിൽ ആവറേജ് ലിറ്ററസി റേറ്റ് അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഡബിൾ മീനിൻ്റെ വരും. അതുപോലെ തന്നെ ഡബിൾ പ്രൊപ്പോർഷൻ്റെ വരും. അതായത് രണ്ട് പോപ്പുലേഷൻ തന്നിട്ട് അതിൻ്റേത് ചെക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഏത് പ്രോബ്ലമാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഡിഫറൻ്റ് ആണ്. അതെല്ലാം നമ്മൾ കാണാതെ പഠിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സൊക്കെ നമ്മളിപ്പോൾ ഈ പ്രീവിയസ് പ്രോബ്ലത്തിൽ കണ്ട അതേ സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് മാത്രം എല്ലാ പർട്ടിക്കുലർ ടെസ്റ്റിങ്ങിനും ഡിഫറെൻ്റ് ആയിട്ടാണ് കാണാതെ പഠിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.